കോൺഗ്രസിന്റെ സമരം ആത്മാർത്ഥതയില്ലാത്തത്, സ്വന്തം അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമം. ഗീതാഞ്ജലി അങ്മോ. ആരാണ് ഗീതാഞ്ജലി? സോനം സാറിന്റെ ഭാര്യയാണ് നമ്മുടെ ഗീതാഞ്ജലി. ഞാൻ പ്രേക്ഷകരോടൊരു ലളിതമായൊരു ഉദാഹരണം പറയാം. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ദയവായി നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം. ഈ ബംഗ്ലാദേശിലെ കലാപം നടന്നപ്പോൾ അവരവിടെ പതിയെ പതിയെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളുണ്ടായിരുന്നു. അതാണ് മുഹമ്മദ് യൂനിസ്. ആരാണ് മുഹമ്മദ് യൂനിസ്? ഒരു നമ്മുടെ നോബൽ സമ്മാന ജേതാവ്. അതിലുപരിയായിട്ട് ഗ്രാമീണരായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിരവധി സഹായങ്ങൾ ചെയ്തിട്ടുള്ള സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാള്. അയാള് ബംഗ്ലാദേശിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വളരെയധികം വികസിക്കും. ഷേഖ് ഹസീനെ താഴെ ഇറക്കിക്കൊണ്ട് ബംഗ്ലാദേശിലെ കലാപകാരികൾ ഇയാളെ ആ ഒരു പ്രധാന പദവിയിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രം പരിശോധിക്കണം. അതായത് ഇദ്ദേഹം അമേരിക്കയിലായിരുന്നു. ഇദ്ദേഹം നമ്മുടെ ക്ലിന്റൺ ഫൗണ്ടേഷനുമായും ഡീപ് സ്റ്റേറ്റിലെ കണ്ണികളുമായും സഹകരിച്ചിരുന്ന ആളാണ്. സോറസുമായി സഹകരിച്ചിരുന്ന ആളാണ്. ഇയാള് ബംഗ്ലാദേശിലേക്ക് പറന്നിറങ്ങുന്നത് കലാപം നടന്ന് ഹസീന രാജ്യം വിട്ടതിന് ശേഷമാണ്. ഇയാൾ വന്ന ഉടനെ തന്നെ താൽക്കാലിക പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നു. പിന്നീട് ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ അടിമുടി മാറ്റുന്ന തീരുമാനങ്ങളാണ് ഇയാൾ എടുത്തത്. ഒടുവിൽ പ്രാദേശിക പൊളിറ്റിക്കൽ പാർട്ടികളുടെയും സൈന്യത്തിന്റെയും വലിയ പ്രഷർ ഉണ്ടായപ്പോഴാണ് ഇയാൾ സ്ഥാനമൊഴിയാനും തെരഞ്ഞെടുപ്പിനെ നേരിടാനും തയ്യാറാവുന്നത്. ഇയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, പകരം പ്രാദേശിക പാർട്ടികൾ മത്സരിച്ചു. ഇന്നിപ്പോൾ അവിടെ ഒരു പ്രധാനമന്ത്രിയൊക്കെ വന്നു. പക്ഷെ ചുരുങ്ങിയ കാലം കൊണ്ട് മുഹമ്മദ് യൂനിസ് പാശ്ചാത്യ ലോകത്തിന്റെ, അല്ലെങ്കിൽ ആരാണോ അയാളെ അങ്ങോട്ടേക്ക് വിട്ടത്, അവരുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് യൂനിസിനെ അവിടെ പ്രതിഷ്ഠിച്ചത് വിദ്യാഭ്യാസമുള്ള ആളാണ്, വലിയൊരു കഴിവുള്ള മനുഷ്യനാണ്, നോബൽ സമ്മാന ജേതാവാണ്, സാമ്പത്തിക വിദഗ്ധനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഇനി നമ്മുടെ സോനം സാറിന്റെ കാര്യത്തിലോട്ട് വരാം. സോനം സാറിനെ ഇവിടെ എല്ലാവരും എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ആ മനുഷ്യൻ വലിയ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ ജീവിതകഥയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഒരു സിനിമ തന്നെ എടുത്തിട്ടുണ്ട്. അദ്ദേഹം ലഡാക്കിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു വലിയ എഞ്ചിനീയറാണ്. അദ്ദേഹം വലിയ മനുഷ്യനാണ്, സാത്വികനാണ്. നിരാഹാര സമരങ്ങൾ നടത്തുന്നത് അദ്ദേഹം ഇന്ത്യക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ്. വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളാണ് അദ്ദേഹം. ഇതിനിടയിൽ അദ്ദേഹം നിരാഹാര സമരം നടന്നപ്പോൾ കോക്രോച്ച് പാർട്ടിക്കാരിൽ ചിലർ ആവശ്യപ്പെട്ടത് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, പകരം സോനം സാറിനെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. നാളെ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കണമെന്നും ഇവർ ആവശ്യപ്പെടും. അതായത് വിദ്യാസമ്പന്നനായ ഒരാൾ. മോദി വെറും ചായക്കടക്കാരൻ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഡിഗ്രി ഉണ്ടോ, ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഒന്നുമില്ല. നമ്മുടെ സോനം സാർ ആണെങ്കിൽ ലഡാക്കിലെ എഞ്ചിനീയറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കണം, താൽക്കാലിക പ്രധാനമന്ത്രിയാക്കണം. സോ ഇങ്ങനൊരു ഉദ്ദേശം ഇവർക്കുണ്ടാകുമോ ഈ പാറ്റ പാർട്ടിക്കാർക്ക്? അതിനെ തകർത്തുകൊണ്ടാണോ ശരിക്കും നമ്മുടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രംഗപ്രവേശം ചെയ്തത്? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധ്യതയും നമ്മൾ ഇവിടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതായത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും സൈഡാക്കിക്കൊണ്ട് സോനം സാറിനെ മുന്നിൽ നിർത്തി ഒരു കളി കളിക്കാൻ എവിടെയൊക്കെയോ ആരൊക്കെയോ പ്ലാൻ ചെയ്തിരിക്കുന്നു. ആ പ്ലാൻ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും കയറി വന്നപ്പോൾ അത് നൈസായിട്ട് പൊളിഞ്ഞതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതൊരു സംശയമാണ്. ഇനി രാഹുൽ ഗാന്ധി ഈ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ സോനത്തിനെ മുന്നിൽ നിർത്തി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിലനിൽപ്പ് അവതാളത്തിലാകും എന്ന് കരുതിയിട്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വന്നതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും കടന്നുവരവ് ഈ പറയുന്ന നമ്മുടെ കോക്രോച്ചുകൾക്ക്, പാറ്റകൾക്ക് ഇഷ്ടമായിട്ടില്ല. അത് വ്യക്തമാണ്. പാറ്റകളുടെ മുഖത്ത് തന്നെ അതുണ്ട്. അത് അഭിജിത്തിന്റെ മാത്രമല്ല, പ്രധാന പാറ്റകളിലൊന്നായ സൗരവിന്റെ മുഖത്തും അതുണ്ട്. അപ്പൊ കോൺഗ്രസ് വരുന്നത് അവർക്കൊട്ടും താല്പര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു പാർട്ടികളൊക്കെ വരുന്നതിനെ അവർ സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ വരവ് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. രാഹുൽ ഗാന്ധിയും ടീമും പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ സമരം ഇരിക്കുകയും പോലീസുകാർ തൂക്കിക്കൊണ്ടു പോവുകയും അത് പ്രധാന വാർത്തയായിട്ട് മാറുകയും ചെയ്തതിൽ സോനം സാറിന് ഒരു വിഷമമുണ്ട്. മൂപ്പര് സൈഡായി പോയി. മൂപ്പർക്ക് പഴയ വാർത്താ പ്രാധാന്യം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് ഞാൻ 10 കിലോ കുറഞ്ഞു, 11 കിലോ കുറഞ്ഞു, അദ്ദേഹത്തിന്റെ സംസാരമൊക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ അദ്ദേഹം വളരെ സാത്വികനായിട്ട് അങ്ങ് തകർത്തഭിനയിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രതിപക്ഷത്തിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസും പാറ്റ പാർട്ടികളും തമ്മിൽ എവിടെയോ ഒരു അകൽച്ചയുള്ളതായി നമുക്ക് കാണാം. അതുകൊണ്ടായിരിക്കണം സോനം സാറിന്റെ ഭാര്യ വന്നിട്ട് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഇടപെടലിനെ സംശയത്തോടെ കാണുന്നത്. കാരണം സോനം സാറിന്റെ ഭാര്യയുടെ സ്വപ്നത്തിൽ സോനം സാർ അടുത്ത പ്രധാനമന്ത്രിയൊക്കെ ആവും. മോദി രാജിവെച്ച് പോകുന്നു, മോദി നേരെ റഷ്യയിലേക്ക് പറക്കുന്നു, അല്ലെങ്കിൽ മോദി നേരെ എവിടെയെങ്കിലും പോയി ഒളിക്കുന്നു, രാജിവെക്കുന്നു. അതിനുശേഷം ശ്രീലങ്കയിലും നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ അധികാരം പിടിച്ചതുപോലെ അധികാരം പിടിക്കാം. നമ്മുടെ മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിൽ വന്നിറങ്ങിയതുപോലെ സോനം സാർ വന്നിറങ്ങുന്നു. തൽക്കാലം അടുത്ത തെരഞ്ഞെടുപ്പ് വരെ താൽക്കാലിക പ്രധാനമന്ത്രിയാകുന്നു. മറ്റേ ക്ലിന്റൺ ഫൗണ്ടേഷന്റെ സമ്മാനമൊക്കെ പോയി വാങ്ങുന്നു. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ സ്വപ്നം. രാഹുൽ ഗാന്ധിയുടെ വരവ് ചിലപ്പോൾ
അതിന് ഒരു തടസ്സമായി മാറിയേക്കാം. എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത്, താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഇമാതിരി വിദേശ ഫണ്ടിങ്ങോട് കൂടിയുള്ള മൂവ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. അതിന്റെ പുറകിൽ സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് ഈ രാജ്യത്തിന്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന് ചിലപ്പോൾ അധികാരത്തിലേക്കൊക്കെ വരാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഇതുപോലെയുള്ള വളഞ്ഞ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നത്തിലേക്ക് പോകും. ഇപ്പോൾ ഇവരെത്രയൊക്കെ ശ്രമിച്ചാലും ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഒരിക്കലും ഇവരുടെ ഒന്നും കെണിയിൽ പോയി വീണ് കൊടുക്കരുത് എന്നതാണ്. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറഞ്ഞാൽ പോലും അതിനൊരു പവർ ഉണ്ട്. കാരണം 145 കോടി ജനങ്ങളുടെ പ്രതിപക്ഷ പാർട്ടിയാണ്. സോ അപ്പൊ അതിന് പോലും ഒരു പവർ ഈ ലോകത്തുണ്ട്. ഒരു പക്ഷേ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്കും ഇല്ലാത്തൊരു പവർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെയും പദ്ധതികളുടെയും പുറകിൽ കോൺഗ്രസ് പോകാതിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസിന്റെ കടന്നുവരവ് ആ ഒരു സാഹചര്യത്തിലുമായിരിക്കാം. എന്ന് വെച്ചാൽ അവരും മനസ്സിലാക്കുന്നുണ്ടാവാം CJPയുടെ ഉദ്ദേശം അത്ര നിഷ്കളങ്കമല്ല എന്ന്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.